ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുടെ ഇടവപ്പള്ളിയിലെ പെരുന്നാളായിരുന്നു. പള്ളിമണികൾക്കൊപ്പം ബാൻഡ് മേളവും ഉയർന്നു മുഴങ്ങിയപ്പോൾ മനസ്സിലെ ഓർമ്മകൾക്ക് പൂത്തിരികളുടെ നിറചാരുതയാണോ വെടിമരുന്നിൻ്റെ തീക്ഷ്ണ ഗന്ധമാണോ എന്ന് എനിക്കറിയില്ല. കുട്ടിക്കാലത്ത് പെരുന്നാളിന് ബന്ധുക്കളെയും കുട്ടികളെയും ഒക്കെ തൃപ്തിപ്പെടുത്താനായി, അവരെയൊക്കെ സന്തോഷിപ്പിക്കാനായി അപ്പനും അമ്മയൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് മനസ്സിലാക്കാൻ ജീവിതയാത്രയിൽ ഒരുപാട് ദൂരം പോരേണ്ടി വന്നു. എന്നും എല്ലാ കാലവും പെരുന്നാളുകളും ഉത്സവങ്ങളും ഒക്കെ കുട്ടികൾക്കുള്ളതായിരുന്നു. മുതിർന്നവർ എപ്പോഴും അവരുടെ സന്തോഷങ്ങൾക്കായി വേദിയൊരുക്കുന്നവർ മാത്രമാണോ എന്ന് പോലും തോന്നിയിട്ടുണ്ട്. അന്നൊക്കെ പെരുന്നാളിൻ്റെ ആഹ്ലാദങ്ങളും ചിരികളുമൊക്കെ കണ്ണീരിന് വഴിമാറുന്ന ഒരു സമയമുണ്ട്. പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ഉറക്കമുണർന്നു വരുമ്പോൾ യാത്ര പറഞ്ഞ് പിരിയാൻ നിൽക്കുന്ന ബന്ധുക്കളെ കാണുമ്പോൾ അറിയാതെ കണ്ണു നിറയും. ഇനിയൊരു കൂടിച്ചേരലിന് ഒരുപാട് നാൾ കാത്തിരിക്കണം. ഇനി മറ്റൊരു പെരുന്നാൾ ദിവസത്തിനായുള്ള നീണ്ട കാത്തിരിപ്പാണ്. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ സങ്കടത്തിന് മറ്റൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. ആഘോഷങ്ങളെല്ലാം ഓർമ്മകളാക്കി ഇനി മുതൽ ജീവിതം വീണ്ടും പഴയപടി വിരസമായ ദിനചര്യകളിലേക്ക് മാറാണല്ലോ എന്ന ചിന്ത. കുട്ടികൾ സ്കൂളിലേക്ക്, മാതാപിതാക്കൾ ജോലി തിരക്കിലേക്ക്, അലങ്കാരങ്ങൾ ഒഴിഞ്ഞ വീട് മാത്രം അപ്പോഴും പൂരം കഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ അങ്ങനെ നിൽക്കുന്നുണ്ടാവും.